കള്ളപ്പണം വെളുപ്പിക്കാൻ പ്രത്യേകമായ ആനുകൂല്യം നൽകണം. ഏവർക്കും നമസ്കാരം. ഇപ്പോൾ കൊച്ചിയിലുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഓഫീസിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് പൊതുവായും പ്രത്യേകിച്ച് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ പ്രത്യേകമായ സ്വകാര്യ അഭിമാനമായ 2 വ്യക്തികൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അവരുടെ പേരറിയാത്ത ഏതെങ്കിലും ക്രിസ്ത്യാനിയോ ക്രൈസ്തവനോ ഇന്ന് കേരളത്തിലില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 2 പേരുകൾ ഞാൻ പെട്ടെന്ന് ഒന്ന് ഉച്ചരിച്ചു കൊള്ളട്ടെ, അവരോടുള്ള സ്നേഹത്താൽ ബഹുമാനത്താൽ തലകുനിച്ചുകൊണ്ട് തന്നെ. ആദ്യത്തെ വ്യക്തി കാരക്കോണം മെഡിക്കൽ കോളേജിൻ്റെ ഡയറക്ടറായി വളരെ പ്രാഗൽഭ്യത്തോടെ സേവനം ചെയ്യുന്ന ഡോക്ടർ ബെന്നറ്റ് ഏബ്രഹാമാണ്. അദ്ദേഹത്തിന് നമസ്കാരം. രണ്ടാമത്തെ പേര് ബെന്നറ്റ് ഏബ്രഹാമിനേക്കാൾ സമർത്ഥമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള ടി പ്രവീൺ എന്ന് പറയുന്ന ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ ജീവാത്മാവും പരമാത്മാവുമായ സൗത്ത് കേരള ഡയസിസിൻ്റെ സെക്രട്ടറിയായ ഈ അടുത്ത കാലം വരെ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ മുടിചൂട മനനായിരുന്ന ടി പ്രവീണാണ്. ഇവർക്കെതിരെയുള്ള കേസ് വളരെ വിചിത്രമാണ്. അവരെ പറ്റിയുള്ള ആരോപണം എന്ന് പറയുന്നത് അവർ കാരക്കോണം മെഡിക്കൽ കോളേജിലെ അഡ്മിഷന് വേണ്ടി കോഴ വാങ്ങിച്ചു. അത് സാരമില്ല, കോഴ വാങ്ങിക്കാത്ത ആരും ഈ ലോകത്തിലില്ല. എന്നാൽ ഈ കോഴ വാങ്ങിച്ച പണം അവർ വെളുപ്പിച്ചു എന്നാണ് അവരെ പറ്റിയുള്ള പരാതി. എനിക്ക് ഇഡിയോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, പിന്നെ കോഴ വാങ്ങിച്ചുണ്ടാക്കുന്ന പണം കറപ്പിക്കുകയാണോ വേണ്ടിയത്? അതുകൊണ്ട് ആർക്കാണ് പ്രയോജനം? കാരണം വാങ്ങിച്ച പണം വാങ്ങിക്കുമ്പോൾ തന്നെ കറുത്ത പണമാണ്. ആ പണം പിന്നെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അത് വെളുപ്പിക്കാൻ, അത് കറുപ്പിക്കാൻ നോക്കും. രാത്രിയായാൽ പിന്നെ നോക്കേണ്ടത് പകലാകുന്നോ ഇല്ലെന്നല്ല നോക്കേണ്ടത്, രാത്രിയായാൽ അതിനെ കൂടുതൽ രാത്രിയാക്കാൻ നോക്കും. പറയുന്നതിനൊരു സാമാന്യ മര്യാദ യുക്തിയും വേണ്ട. അപ്പോൾ ഈ ബെന്നറ്റ് ഏബ്രഹാമും, അദ്ദേഹം ഡോക്ടറാണ്, ടി പ്രവീണും, അവർ ചെയ്യേണ്ടത് അവരുടെ കർത്തവ്യമനുസരിച്ച് യുക്തി അനുസരിച്ച് ചെയ്തു. അവർ കള്ളപ്പണം വെളുപ്പിച്ചു. അത് കറപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ അവർ സഭയോട് വലിയ അനീതി ചെയ്യുമായിരുന്നു. അവർ സഭയോട് വളരെ പ്രതിപത്തിയുള്ള ആത്മാർത്ഥമായ സ്നേഹവും വിധേയത്വമുള്ള സത്യക്രിസ്ത്യാനികളാണ്. അവർ തെമ്മാടികളല്ല. സഭയോടുള്ള ബന്ധത്തിൽ അവർ കത്തിജ്വലിച്ചു നിൽക്കുന്ന ആത്മീയ പ്രഭകളാണ്. അവരെ ഏൽപ്പിച്ച അല്ലെങ്കിൽ അവരെ ഏറ്റെടുത്ത ചുമതലയോട് നീതി പാലിച്ചുകൊണ്ട് ആളുകളിൽ നിന്ന് പിടിച്ചു പറിച്ച കള്ളപ്പണം, കറുത്ത പണം അവർ വെളുപ്പിച്ചു. അതല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ ചെയ്യേണ്ട കാര്യമാണ് ചെയ്തത്. എന്നാൽ കള്ളപ്പണം ഇങ്ങനെ വാങ്ങിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ കള്ളപ്പണം വാങ്ങിക്കാനായിട്ട് മുൻകൈ എടുത്തു നിന്നിരുന്ന ധർമ്മരാജ റസാലത്തിനെതിരെ ഒരു വിരൽ ചൂണ്ടാൻ ആർക്കും കഴിഞ്ഞില്ല. കേരള ഹൈക്കോടതി പലതവണ പബ്ലിക് പ്രോസിക്യൂട്ടറോടും ഒക്കെ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇയാളെ അറസ്റ്റ് ചെയ്യാത്തത്? കാരണം സർക്കാരിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നിയമപാലകരായി നിൽക്കുന്ന ആളുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ, ഒരു ബിഷപ്പ് കോഴ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ തരാമെന്നും പറഞ്ഞ് ആളുകളുടെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങിച്ച് അവരെ കളിപ്പിക്കുന്നു, അത് ഒരു വലിയ കാര്യമൊന്നുമല്ല. അത് അദ്ദേഹത്തിൻ്റെ മിടുക്കാണ്. ഇപ്പോൾ ആളുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അവർക്ക് അർഹിക്കാത്ത അഡ്മിഷൻ കൊടുത്താൽ അത് കുറ്റമാണ്. അതേസമയം പൈസ വാങ്ങിച്ചു, കോളേജിൻ്റെ അഡ്മിഷനിൽ ഞാൻ കൈകടത്തത്തില്ല എന്ന നിലപാടെടുത്തു. അങ്ങനെ ബാക്ക് ഡോറിൽ കൂടെ, പുറത്തെ വാതിലിൽ കൂടെ അകത്ത് കിടക്കാനായിട്ട് കൈക്കൂലി എന്ന താക്കോൽ ഉപയോഗിച്ചവൻ ശൂന്യമായി. അത് ആ ബിഷപ്പിൻ്റെ മിടുക്കാണ് എന്ന് മനസ്സിലാക്കാനുള്ള കെൽപ്പ്
സർക്കാരിനുണ്ട്, പബ്ലിക് പ്രോസിക്യൂട്ടർക്കുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾക്കുണ്ട്. അങ്ങനെ അവരെ മനസ്സിലാക്കാനുള്ള മാർഗവും ധർമ്മരാജ സാലിന് അറിയാമായിരുന്നു. കോടികൾ ചിലവായി കാണും, പക്ഷേ വിദ്യാഭ്യാസത്തിന് നമ്മൾ ഒത്തിരി ചിലവാക്കുന്നത് പോലെ ഇങ്ങനെ അധികാര കേന്ദ്രങ്ങളിലിരിക്കുന്നവരുടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കോടികൾ ചിലവാക്കുന്നതിൽ ഒരു എന്താണ് പറയുന്നത്, അപാകതയുമില്ല എന്ന ഒരു നിഗമനത്തിലെ ഒരു സത്യക്രിസ്ത്യാനിക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ക്രിസ്ത്യാനികളോട് വിരോധമുള്ള മറ്റാരെങ്കിലും ആണെങ്കിൽ പറയാം അങ്ങനെ ചെയ്തത് തെറ്റാണെന്നൊക്കെ പറയാം. പക്ഷേ നമ്മൾ ക്രിസ്ത്യാനികളായിരിക്കുന്നിടത്തോളം കാലം സഭയോടുള്ള കൂറുകൊണ്ട് മാത്രം നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാമെന്ന് നാം വിശ്വസിക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സഭയുടെ പക്ഷത്ത് നിന്ന് ഏതെങ്കിലും വിധത്തിൽ ന്യായീകരിച്ച് അങ്ങനെയാണ് നമ്മൾ ആ ഒരു വെളുപ്പീര് നമുക്ക് അറിയാം. നമുക്ക് വളരെ കഴിവുള്ളൊരു വെളുപ്പീരെന്ന് പറഞ്ഞാൽ സഭയുടെ എല്ലാ സഭകളുടെയും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ സഭകളുടെ മുഖം കറുത്തിരുണ്ട് വരുമ്പോൾ അതിനെ വെളുപ്പിക്കാനുള്ള വലിയ കഴിവ് നമുക്കുണ്ട്. പക്ഷേ ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നത് അതിനോടനുബന്ധമായി നമ്മൾ പരമ്പരാഗതമായി പഠിച്ച ഒരു മിടുക്കാണ് എന്നതറിയാനുള്ള ഒരു ബുദ്ധി, ഒരു തിരിച്ചറിവീരിക്കില്ലാതെ പോയത് വളരെ ദൗർഭാഗ്യകരമെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എനിക്ക് ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാടെന്താണെന്ന് ചോദിച്ചാൽ, ED ചെയ്യുന്നത് തെറ്റാണ്. ഇവരെ ചോദ്യം ചെയ്തുകൂടാ. പിന്നെയോ അവർക്ക് കുറഞ്ഞ പക്ഷം ഒരു പത്മഭൂഷൺ വേണ്ട, പത്മവിഭൂഷൺ വേണ്ട, ഭാരതരത്നയും വേണ്ട, ഒരു ചെറിയ പത്മശ്രീ കൊടുത്ത്, അതായത് കറുത്തു പോയതിനെ വെളുപ്പിച്ചല്ലോ. ഇപ്പോൾ മോദി തന്നെ സ്വച്ഛ ഭാരത് അഭിയാൻ നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ആഭിമുഖ്യത്തിലെങ്കിലും ഇത്രമാത്രം കാര്യക്ഷമതയോടെ കറുത്ത പണം വെളുപ്പിച്ച, അല്ലെങ്കിൽ അന്ന് ആരോപിക്കപ്പെടുന്ന 2 മഹാന്മാർ, അവരർഹിക്കുന്ന ബഹുമതിയും അംഗീകാരവും കൊടുക്കുന്നതിന് പകരം അവരെ EDയുടെ ഓഫീസിൽ വിളിക്കുക, ചോദ്യം ചെയ്യുക. ഇനിയും ഈ ചോദ്യമൊക്കെ ചെയ്തു കഴിഞ്ഞ് കേസ് മുൻപോട്ട് പോകാതിരിക്കാൻ അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അത് മറ്റൊരു പ്രശ്നമാണ്. ഈ പാവപ്പെട്ട നല്ല ആളുകൾ, അതായത് കറുത്തതിനെ വെളുപ്പിക്കാൻ സമർത്ഥരായ 2 ആളുകൾ, അവരെ അനാവശ്യമായിട്ട് അലട്ടുകയും അവരുടെ ഈ വലിയ കഴിവുകൾ വേണ്ടതുപോലെ പ്രയോഗിക്കുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ EDയുടെ ഇടപെടലുകൾ തികച്ചും അപലപനീയമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഈ ഒരു പ്രശ്നം ഇവിടെ അവസാനിക്കുമായിരുന്നുവെങ്കിൽ ഞാൻ മിണ്ടുമായിരുന്നില്ല. അപ്പോട്ടെ, 2 പേരെ ചോദ്യം ചെയ്തവർക്ക് ചുട്ട മറുപടി കൊടുക്കാനുള്ള കഴിവ് TT പ്രവീണിനും ബെനറ്റിനുമുണ്ട് എന്നെനിക്കറിയാം. അവരെ ചോദ്യം ചെയ്യുമ്പോൾ അപ്പോഴറിയാം അതിൻ്റെ ചൂടെന്താണെന്ന് ചോദ്യം ചെയ്യുന്നവർക്കറിയാം. ചോദ്യം ചെയ്തിട്ട് അവർ വെളിയിലൊന്ന് വന്ന് പറയട്ടെ, അവിടെ നിന്ന് എന്ത് കിട്ടി എന്നൊന്ന് പറയട്ടെ, അവരോട് ചോദിച്ച ചോദ്യങ്ങൾ എന്താണെന്നൊന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞുതരാം അവരോട് ചോദിച്ചത് എന്താണെന്ന്. നിങ്ങൾ ഈ കള്ളപ്പണം, കറുത്ത പണം വെളുപ്പിക്കുന്ന ഈ ഒരു നിങ്ങളുടെ വലിയ എക്സ്പെർട്ടീസില്ലേ, അത് ഞങ്ങൾക്കൂടെ പറഞ്ഞു തരാമോ എന്നായിരിക്കും ചോദിച്ചത് എന്നാണ് ഞാൻ സങ്കല്പിക്കുന്നത്. അങ്ങനെ ആയിരിക്കണമെന്നില്ല, അങ്ങനെ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെയുള്ളവരെ വിളിപ്പിക്കുമ്പോൾ ബഹുമാനപുരസരമാണ് വിളിക്കുന്നത്. അവർക്കുള്ള കഴിവുകളോടുള്ള വലിയ ബഹുമാനത്തിൽ കൂടെ മാത്രമേ അവരോട് പെരുമാറുകയുള്ളൂ. നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടു. അദ്ദേഹം 1 രൂപ വാങ്ങിച്ചതായിട്ട് തെളിവില്ല. പക്ഷേ കോടിക്കണക്കിന് രൂപ തൊണ്ടി മുതലായി കണ്ടെത്തിയ ഒരുത്തിനെയും കേരളത്തിൽ അറസ്റ്റ് ചെയ്തില്ല. കാരണം ഇലക്ഷൻ സംബന്ധമായിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ അതിനകത്ത് ഉണ്ട് എന്ന് നമുക്കറിയാം. പോട്ടെ, സാരമില്ല, അതൊക്കെ നല്ല കാര്യം തന്നെ. അപ്പോൾ ED ഇവരുടെ കയ്യിൽ നിന്ന് ചില ട്രിക്ക് വേലകൾ പഠിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ ആ വേല അവർ പറഞ്ഞു കൊടുക്കത്തില്ല. കാരണം അവർക്കറിയാം ആ വേല കൈവിട്ട് പോയാൽ അവർക്കും തട്ടുകേടാണ്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ ട്രിക്ക് അറിയാവുന്നവർ പുറംവാതിൽ കൂടെ അകത്ത് കടന്ന് അവിടെ സ്ഥാനമെടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ബിഷപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം TT പ്രവീണോ ബെനറ്റ് എബ്രഹാമോ വേണമെന്നില്ല. ഈ കലാപരിപാടി അറിയാവുന്ന, അതായത് കറുത്തതിനെ വെളുപ്പിക്കാൻ അറിയാവുന്ന ആരായാലും മതി. അവർക്ക് കറുത്തത് വെളുപ്പിച്ച് കിട്ടിയാൽ മതി. കാരണം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വെളുപ്പെന്ന് പറഞ്ഞാൽ പരിശുദ്ധിയുടെ ഒരു നിറമാണ്. അതുകൊണ്ടാണ് പുരോഹിതന്മാർ
വെളുത്ത കുപ്പായം ഇടുന്നത്. ഞങ്ങൾ പരിശുദ്ധന്മാരാണേ എന്ന് എല്ലാവരും അറിയേണ്ടതിനാണ് ഈ പരിശുദ്ധമായ വെളുപ്പിൻ്റെ നിറമുള്ള കുപ്പായം ഇടുന്നത്. എന്നാൽ ഈ വിശുദ്ധി മെത്രാന്മാർക്ക് അത്ര ആവശ്യമില്ലാത്ത കാര്യമായതുകൊണ്ട് അവർ വെളുപ്പിനെ മാറ്റി ചുവപ്പും മഞ്ഞയും നീലയും ഒക്കെ ഇടുന്നുണ്ട്. അത് അവർക്ക് കൊള്ളാം. അപ്പം അവർക്ക് ഈ വെളുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമല്ല. വെളുപ്പിനോട് അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും പണം വരുമ്പോൾ അത് വെളുപ്പിക്കണം. കാരണം കറുത്ത പണം കൊണ്ട് നടന്നാൽ അത് പോരാ, അന്തസ്സിന് പോരാ എന്നൊരു തോന്നലാണ്. ഏതായാലും അവരെ ചോദ്യം ചെയ്യുന്നു. ഞാൻ പറഞ്ഞതുപോലെ ചോദ്യം ചെയ്ത് വരട്ടെ, നമുക്കറിയാം എന്ത് കിട്ടുമെന്ന് നമുക്കറിയാം. എന്നാൽ എൻ്റെ പ്രശ്നം ഇവിടെ ഒന്നുമല്ല. എൻ്റെ ചിന്താഭാരം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ടി പ്രവീണിനെ വിളിച്ചു, ബെനറ്റ് എബ്രഹാമിനെ വിളിച്ചു. അവിടെ പേരുള്ള ആരോപണം അവർ കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ കള്ളപ്പണം വെളുപ്പിക്കാൻ ആവശ്യമില്ലാത്ത ഏതെങ്കിലും മെത്രാൻ കേരളത്തിലുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ കള്ളപ്പണം വെളുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന ഈ പരിശുദ്ധന്മാരുടെ നമ്പർ 1 ആവശ്യവും അവകാശവുമാണ്. അതില്ലെങ്കിൽ ഇവർ തട്ടിപ്പോകും. അപ്പോൾ ഈ പ്രശ്നം ടി പ്രവീണിനെ കൊണ്ടും അല്ലെങ്കിൽ ബെനറ്റ് എബ്രഹാമിനെ കൊണ്ടും അവസാനിക്കത്തില്ല. അത് അവിടെ നിന്ന് മറ്റിടത്തൊക്കെ കയറി പിടിക്കും. കൊറോണ പിടിച്ചതുപോലെ അവിടെയും മുട്ടി ഇവിടെയും പിടിച്ച് ഇപ്പോൾ പലർക്കും കൊച്ചിയിൽ പോകേണ്ടി വരും. അപ്പോൾ കേരളത്തിൽ വിവിധ സഭകളിൽ നിന്ന് കൊച്ചിയിലോട്ടൊരു ബസ് സർവീസ് ആരംഭിക്കേണ്ട ഒരു ആവശ്യം ഇപ്പോൾ പൊന്തി വരികയാണ്. മുറയ്ക്ക് അവിടെ പോയി കള്ളപ്പണം വെളുപ്പിക്കുന്നതിൻ്റെ കണക്ക് കൊടുക്കുക, അതിൻ്റെ ട്രിക്ക് പറഞ്ഞു കൊടുക്കുക, അതെങ്ങനെയാണെന്ന് അവിടെ ഇരിക്കുന്ന ആളുകളെ പഠിപ്പിക്കുക. എത്ര കോടി രൂപ, എത്ര ശതകോടികൾ ഇങ്ങനെ വെളുപ്പിച്ചു, 1 മണിക്കൂർ നിങ്ങൾക്ക് എത്ര കള്ളപ്പണം വെളുപ്പിക്കാൻ സാധിക്കും, ആ റേറ്റ്, അതിൻ്റെ പ്രക്രിയ അതൊക്കെ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ എത്രയോ ബിഷപ്പന്മാരുണ്ട്, മെത്രാന്മാരുണ്ട്. അവരുടെ എല്ലാം കള്ളപ്പണം, അവർ കള്ളപ്പണം വെളുപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവർ എന്ത് ചെയ്യും? നമ്മളെന്ത് ചെയ്യും? അവർ പോട്ടെ, നമ്മളെന്ത് ചെയ്യും? ഈ മെത്രാന്മാരില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മാത്രവുമല്ല, അവർ നമ്മെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് ഈ കള്ളപ്പണമില്ലാതെയും കള്ളപ്പണം വെളുപ്പിക്കാതെയും യേശുവിൻ്റെ ശരീരമായ, യേശുവിൻ്റെ മണവാട്ടിയായ സഭയെ ഓടിക്കാനൊക്കത്തില്ല. ഈ സഭയെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. സഭയെ നിലനിർത്തുകയെന്നും സഭയെ ഓടിച്ചിട്ട് പിടിക്കുക ഒക്കെ അർത്ഥമുണ്ട്. അതായത് ഞങ്ങളെ കാണുമ്പോൾ സഭ ഓടുന്നു, ഓടുന്ന സഭയുടെ പുറകെ ഞങ്ങൾ ഓടുന്നു, ഓടിപ്പിടിക്കുന്നു, ഇങ്ങനെയുള്ള ചെറുപ്പത്തിലെ കളികൾ പോലെ. ഇപ്പോൾ സഭയെ ഓടിക്കാൻ മിടുക്കരായ മെത്രാന്മാർ, അവരുടെ 2 കീശയിലും കള്ളപ്പണം നിറഞ്ഞിരിക്കുകയാണ്. അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. കേരളത്തിൽ ഏതെങ്കിലും ഒരു ക്രിസ്തീയ വിദ്യാഭ്യാസ സ്ഥാപനം കള്ളപ്പണം, അത് മൈനോറിറ്റി ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശത്തിൻ്റെ തണലിൽ കള്ളപ്പണം പെരുപ്പിക്കാത്ത ഏതെങ്കിലും സ്ഥാപനം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ കള്ളപ്പണം വെളുപ്പിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാനൊക്കും? വളരെ വ്യാപകമായി കേരളത്തിൽ നടക്കുന്നൊരു പ്രക്രിയയാണ് ഈ കള്ളപ്പണം വെളുപ്പീർ. അത് EDക്കും അറിയാം, DDക്കും അറിയാം, PDക്കും അറിയാം. അതുകൊണ്ടാണ് ഈ പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിലെ എല്ലാ മെത്രാന്മാരെയും വരച്ച വരയിൽ നിർത്താനുള്ള ഒരു ചെറിയ ട്രിക്ക് പണിയാണ്. അതിൻ്റെ പ്രത്യേകമായ ഗുണഫലങ്ങൾ വരുന്ന കാലങ്ങളിൽ രാഷ്ട്രീയമായി നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഇപ്പോഴേ ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞെങ്കിലും ED വിട്ടിട്ടില്ല. ഈ കള്ളപ്പണം വെളുപ്പിക്കുന്ന പ്രക്രിയ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിദഗ്ധന്മാരായ 2 പേർ ഇപ്പോൾ അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് തത്ത ചൊല്ലുന്ന പോലെ ചൊല്ലുന്നുണ്ട് എന്നാണ് മാധ്യമത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇത് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഭരണഘടന അനുശാസിക്കുന്ന ആരാധനാ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു കടന്നാക്രമണമാണ്. അതുകൊണ്ട് നാം സംഘടിതമായി ഇതിനെ എതിർക്കണം. കാരണം എന്താണ്? ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നത് എങ്ങനെയാണ് ആരാധനാ സ്വാതന്ത്ര്യത്തിൻ്റെ അടിത്തറയാകുന്നതെന്ന് നിങ്ങൾക്ക് വേണേൽ എന്നോട് ചോദിക്കാം. അങ്ങനെ സാധാരണ ആരും ചോദിക്കത്തില്ല. കാരണം ഇത് നമ്മളെല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കുന്നതാണ്. കള്ളപ്പണമില്ലെങ്കിൽ സഭ ഓടാനൊക്കത്തില്ല എന്ന് നമ്മെ ധരിപ്പിച്ചു, നമ്മളോട് പറഞ്ഞ് നമ്മൾ അതുപോലെ ഒഴുകി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആരോട് ചോദിക്കത്തില്ല. എന്നാലും ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ കള്ളപ്പണമില്ല എങ്കിൽ സഭയുടെ ഗമയും ഗെറ്റപ്പും ആ ഒരു കൊഴുപ്പും ഒക്കെ എങ്ങനെയാണ് വെളിയിൽ
നിങ്ങൾ കൊടുക്കുന്ന കൊച്ചു കൊച്ചു കാശുകൊണ്ട് പിടിയരിയുണ്ട് ഇത് വല്ലതും നടത്താനൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ അഭയ കൊലക്കേസ് നമുക്കറിയാം. വളരെ എല്ലാവർക്കും അറിയാവുന്ന ഉദാഹരണം പറയുമ്പോൾ പിന്നെ വിവാദമൊന്നും വേണ്ടല്ലോ. 28 വർഷം കേരളത്തിലെ നീതിപാലക സ്ഥാപനങ്ങളെ സ്തംഭിച്ച് വെക്കാൻ ഈ കേസ് മുമ്പോട്ടും പുറകോട്ടും പോകാതെ അതേ മരിച്ച ആളിൻ്റെ ശവം പോലെ വിറങ്ങലിച്ചങ്ങനെ നിർത്താനായിട്ട് എത്ര ശതകോടികൾ വാരി എറിയേണ്ടി വന്നു എന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഫ്രാങ്കോ മുളയ്ക്കൽ കേസിൽ അത് സംബന്ധമായിട്ട് എത്ര കോടികൾ ചിലവാക്കേണ്ടി വന്നു നിങ്ങൾക്കറിയാം. ഇതൊക്കെ ഈ പരിശുദ്ധമായ പണം കൊണ്ടുവെക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഏത് ലോകത്തിലാണ് താമസിക്കുന്നത്? അതുകൊണ്ട് സഭ നിലനിൽക്കണമെങ്കിൽ ഈ കള്ളപ്പണം ആവശ്യമാണ്. ഈ കള്ളപ്പണം കൈക്കലാക്കുന്ന വിധം കൊണ്ടാണ് ഇതിന് കള്ളപ്പണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ പണം തന്നെയാണ്. പണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ദൈവം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം, പണമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനൊക്കത്തില്ല. അപ്പോൾ ഈ പണത്തെ വെറും വിവരമില്ലാത്ത കള്ളപ്പണം എന്നൊക്കെ പറയുന്നു. നമ്മൾ ഏറ്റവും ആരാധിക്കുന്നൊരു കാര്യമാണ് ഈ പണം. അതിനെങ്ങനെയാണ് കള്ളപ്പണം എന്ന് പറയുന്നത്? അത് തന്നെ ഒരു അതിക്രമമല്ലേ? കേസ് കൊടുക്കേണ്ട കേസല്ലേ ഇത്? പോട്ടെ, അത് വാങ്ങിക്കുന്ന വിധത്തിൽ അല്പം ഒരു ചെറിയൊരു പോരായ്മ വന്നു. ഓക്കെ, കള്ളപ്പണം. പിന്നെ ആ കള്ളപ്പണം വെളുപ്പിക്കാതെ പിന്നെ എന്ത് ചെയ്യുമെന്നായി പറയുന്നത്? ന്യായമായി അവരത് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു അവകാശമില്ലാതെ ഭരണഘടനയുടെ 25-ാം അനുച്ഛേദത്തിൽ പറയുന്നത് പോലെ നമുക്ക് ആരാധനാ സ്വാതന്ത്ര്യം നിർത്താൻ ഒക്കുമോ? ഈ കള്ളപ്പണം നടത്തിയാൽ ക്രിസ്ത്യാനിയുടെ ആരാധന നിന്നു പോകത്തില്ലയോ? നിങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി ഒന്ന് പ്രതിഷേധിക്കാത്തത്? അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ ഇവിടെ നിന്ന് വണ്ടി കയറി കൊച്ചിയിൽ ED ഓഫീസിൻ്റെ മുമ്പിൽ പോയി നിരാഹാര സത്യാഗ്രഹം ഇരിക്കാൻ പോവുകയാണ്. അതിന് തക്കതായ ക്രമീകരണങ്ങൾ ചെയ്യാൻ ഞാൻ അവിടെ ഒരു ഹോട്ടലിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ തക്ക സമയത്ത് എനിക്ക് ആവശ്യമായ ആഹാരം സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ക്രിസ്ത്യാനിയുടെ ഹോട്ടലായതുകൊണ്ട് സബ്സിഡൈസ്ഡ് ലെവലിൽ കാപ്പിക്ക് 5 രൂപ, പ്രഭാത ഭക്ഷണത്തിന് 25 രൂപ, ഉച്ചഭക്ഷണത്തിന് 50 രൂപ, വൈകിട്ടത്തെ ആഹാരത്തിന് 5 രൂപ. അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ദിവസത്തെ കാര്യം കഴിയും. അപ്പോൾ നിരാഹാരം സമരവും നടക്കും, എൻ്റെ ആവശ്യവും കഴിയും, നമുക്ക് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള മൗലിക അവകാശം നിലനിർത്താനും ഒക്കും. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ സമരത്തിൽ എന്നോട് ചേർന്ന് സഭയുടെ ഭാവി ഭാസുരമാക്കാനുള്ള ഈ വലിയ യജ്ഞത്തിൽ എന്നോട് കൂടെ സഹകരിച്ച് പ്രവർത്തിക്കുവാൻ സന്മനസ്സുണ്ടെങ്കിൽ ദയവായി എന്നെ വിളിക്കുക. എൻ്റെ നമ്പർ 8848339230. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോകത്തക്കവണ്ണമുള്ള ക്രമീകരണം, കുറഞ്ഞ പക്ഷം നാളെയെങ്കിലും ഇത് ആരംഭിക്കത്തക്കവണ്ണം നിങ്ങൾ ഉത്സാഹിക്കണം. അതിന് തക്കതായ മുന്നമേ ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഹോട്ടൽ സംബന്ധമായ നിരാഹാരമായതുകൊണ്ട്, അല്ല പിന്നെ കുഴപ്പമില്ലായിരുന്നു, ഹോട്ടൽ ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ദയവായി വിളിച്ച് അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പോയി നമ്മുടെ വിശ്വാസ സമൂഹത്തിൻ്റെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർവ്വ ആയുധവർഗവും ഉപയോഗിച്ച് നമുക്ക് യുദ്ധം ചെയ്യണം. പിന്നെ TT പ്രവീൺ ഇപ്പോൾ അച്ഛനുമല്ല ലോപ്പുമല്ല, അദ്ദേഹം ഒരു അയ്മേനിയാണ്. അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ മോഡറേറ്ററായി പ്രഖ്യാപിക്കണം എന്ന ഒരു എന്താണ് പറയുന്നത്, ഒരു ഡിമാൻഡ് ഉണ്ട്. അതെൻ്റെ പക്ഷത്ത് നിന്നാണ്. കാരണം ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമാണെങ്കിൽ TT പ്രവീണെ പോലെ ഈ വെളുപ്പിക്കാൻ കഴിവുള്ള ആളുകളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ബാക്കിയുള്ളവരെല്ലാവരും ഇത് കറപ്പിക്കുമ്പോൾ അദ്ദേഹം വെളുപ്പിക്കുന്നത് പോലെ കറപ്പിക്കുന്നത് പോലെ വെളുപ്പിക്കുകയും ചെയ്താണ് ഈ സഭ മുൻപോട്ട് പോകേണ്ടത്. എല്ലാ സഭകളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കൈവിട്ടു പോകാൻ ഇടയാകരുത്. പിടിച്ചുകൊള്ളുവിൻ, വിടാതെ പിടിച്ചുകൊള്ളുവിൻ. TT പ്രവീണയെയും ബെനറ്റ് എബ്രഹാമിനെയും അടിമുടി പിടിച്ചുകൊള്ളുവിൻ എന്ന് സഭയുടെ ഭാവിയെ മാത്രം കരുതി ഏവരെയും ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഈ ഉള്ളവൻ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.